പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാരി ബ്ലൗസിൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു പ്രാധാന്യം വരുന്നൊരു ഘടകമാണ് ഈ ബെൽറ്റ് പീസ്. അപ്പോൾ ബെൽറ്റ് പീസ് നമ്മളെപ്പോഴും അത് വെട്ടുന്ന അളവുകളും അതേപ്പറ്റിയുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചർച്ച പോലെയൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം നമ്മൾ ബ്ലൗസിന് ഘടകമാണെന്നും ബെൽറ്റ് പീസ് നമ്മൾ വളരെ രീതിയിൽ അതിൻ്റെ കണക്കും പ്രകാരങ്ങളൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് എത്രത്തോളം അതിൻ്റെ ഒരു കാര്യങ്ങളെ പറ്റിയും പിന്നെ ബെൽറ്റിൻ്റെ ആ ഒരു വീതി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ചും നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോരോ ബ്ലൗസിനും ഓരോരോ കണക്കിലാണ് ബെൽറ്റ് പീസുകൾ വരുന്നത്. കൃത്യമായിട്ട് ഒരു കണക്ക് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ബാക്ക് പീസ് വെച്ച് വെട്ടുമ്പോൾ ബാക്ക് പീസ് നമ്മൾ ഉദാഹരണം വെച്ച് നമ്മളിങ്ങനെ വെട്ടുമ്പോൾ നമുക്ക് ഒരു കണക്ക് കണ്ടുപിടിക്കുക എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ സാരി ബ്ലൗസിൽ നിന്നും ഇല്ലേ മെഷർമെൻറ്റ് നമ്മൾ അളവെടുക്കുമ്പോൾ നമുക്കറിയാം. നമ്മൾ ഇങ്ങനെ വെച്ചൊരു അളവെടുക്കുക. ഇപ്പം അളവ് ബ്ലൗസിൽ നിന്ന് നമുക്ക് എത്രത്തോളമാണ് ഈ ഫ്രണ്ട് ടക്കിൻ്റെ നീളം എന്നുള്ളത് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കും. ഇങ്ങനെ നമ്മൾ നോക്കുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞിട്ട് നമ്മളിപ്പം 9:45 അല്ലെങ്കിൽ 9:30 തീർന്ന് കിട്ടുന്നത്. അപ്പം ഇവിടെ ടേപ്പ് എപ്പോഴും നമ്മൾ ചെരിച്ചേ പിടിക്കാവുള്ളൂ. ഇങ്ങനെ നീളം പിടിക്കരുത്. ഇങ്ങനെ നീളം പിടിച്ചാൽ നമുക്ക് ചിലപ്പോൾ 4 ഇഞ്ചൊക്കെ വ്യത്യാസം വരും. ഇത് നമ്മളിങ്ങനെ ഇതുപോലെ തന്നെ ചെരിച്ച് പിടിക്കണം. ചെരിച്ച് ഡാട്ടിൻ്റെ ഇവിടെ നമ്മൾ പിടിച്ച് കഴിയുമ്പോൾ എത്രത്തോളം നമുക്ക് കൂടുതൽ ഉണ്ട് എന്ന് കിട്ടും. അപ്പോൾ 12:30. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ ഏറ്റവും മേളിൽ നിന്നും ഇങ്ങനെ മാർക്ക് ചെയ്തു 9:30 കഴിഞ്ഞതാ ഇങ്ങനൊരു അളവുണ്ട്. ഇപ്പോൾ ഈ 14:30 വന്ന് നിന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ നിപ്പിൾ പോയിൻറ്റിൽ നിന്നും നമുക്കിങ്ങനെ ഒരു ഇതിൽ തന്നെ നമുക്ക് അളവെടുക്കാൻ പറ്റും. അങ്ങനെ അളവെടുത്തെങ്കിൽ തന്നെ നമുക്ക് കറക്റ്റ് കിട്ടും. അങ്ങനെ അളവെടുത്തതിന് ശേഷം നമ്മൾ ഈ ഡാട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്ര ഇഞ്ച് ബെൽറ്റ് നമുക്ക് തീർന്നു വേണം. കണ്ടോ, ഈ ബാക്ക് പീസ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ബാക്ക് പീസേ നമ്മളിത് ഒപ്പം വെക്കണം. ഒപ്പം വെച്ചിട്ട് ഈ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഇതൊപ്പം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇത്രത്തോളം സെറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം വേണം ഇതിൻ്റെ ബെൽറ്റിന് വീതി വേണം. അത് നമ്മൾ ബാക്ക് പീസ് വെച്ചത് കണ്ടോ, ഇങ്ങനെ നമ്മൾ 1/2 ഇഞ്ച് കയറ്റി വേണം അളക്കാൻ. കണ്ടോ, ഈ ഭാഗത്ത് നമുക്ക് 3.5 ഇഞ്ച് തീർന്ന് കിട്ടണം. ഈ 3.5 ഇഞ്ച് നമ്മൾ 4 ഇഞ്ചായി പോയാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ബ്രസ്റ്റിൻ്റെ സൈഡിൽ ഇതുപോലെ പൊങ്ങിപ്പോകും. കുറഞ്ഞു പോയാലും കൂടിപ്പോയാലും ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്രണ്ടിൽ കംപ്ലൈൻറ്റ് കാണിക്കുന്ന ഒന്നാണ് ഈ ബെൽറ്റിൻ്റെ ഭാഗം. ഇപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് നമുക്ക് അളവ് ബ്ലൗസ് കറക്റ്റാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പവുമില്ല. നമുക്കിങ്ങനെ തന്നെ അളന്ന് നോക്കാം എത്രത്തോളം തീർന്ന് കിട്ടണം. 3.5 ഈ ഭാഗത്ത് നോക്കുക 3.5. ഇത് വലിയൊരു വ്യത്യാസമില്ലാതാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ബ്ലൗസ് ഉപയോഗിക്കുന്നവരുടെ ഒരു ഡാട്ടിൻ്റെ ലെങ്ത് അനുസരിച്ചുള്ള കറക്റ്റ് ഇതാണ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്കൊരു കാര്യം ചോദിക്കാം. ഈ അളവ് ബ്ലൗസ് ആയിട്ട് വരുമ്പോൾ ഈ ഫ്രണ്ട് വശത്തെ കാര്യം അളവ് ബ്ലൗസ് ഇട്ടാണ് നമ്മൾ അളവെടുക്കുമെങ്കിൽ നമുക്കത് കാണുമ്പം തന്നെ അറിയാൻ പറ്റും. കാരണം ഈ ഡാട്ടിന് ഫ്രണ്ട് സൈഡിലോട്ട് പൊങ്ങിച്ച കൂടുതലുണ്ടോ കുറവുണ്ടോ എന്ന് നമുക്ക് കറക്റ്റ് ഈ അളവ് ബ്ലൗസ് ഇട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അളവ് ബ്ലൗസ് ഇടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കിക്കോണം ഈ ഭാഗത്ത് ചുളിവ് വരുന്നുണ്ടോ. ഈ ഭാഗത്ത് ഒരുപാട് ചുളിവ് വരുന്നുണ്ടെങ്കിൽ ഇതിന് വീതി കൂടുതലാണെന്നർത്ഥം. ഈ വീതി കൂടിപ്പോയാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട് വശത്ത് പിന്നെയും നമുക്ക് ചുളിവ് കൂടും. ഈ ഡാട്ടിൻ്റെ ചുളിവ് കൂടിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്തും ചുളിവ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അളവിൽ ബ്ലൗസിൽ നിന്നും വ്യത്യാസങ്ങൾ പെടുത്തി നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വക കാര്യങ്ങൾ ഇട്ടിരിക്കുന്ന അളവ് ബ്ലൗസിൽ നോക്കുക. അതുകൂടാതെ നമുക്ക് അളവ് തന്നിരിക്കുവാണെങ്കിൽ ആ ബ്ലൗസിന് എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ പറയുന്നുണ്ടോ എന്ന് നോക്കണം. ഇല്ല അളവ് ബ്ലൗസിൻ്റെ ഈ ഭാഗത്ത് എന്തെങ്കിലും ചുളിവുകളുണ്ടോ എന്ന് പ്രത്യേകം നമ്മൾ നോക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബെൽറ്റ് പീസിലാണ് നമ്മൾ എത്ര ഇഞ്ച് കപ്പ് സൈസ് ഉള്ള ഒരാളുടെ ആണെങ്കിലും ബെൽറ്റ് പീസിലാണ് നമ്മളിതൊരു പിടുത്തം കിട്ടുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ബെൽറ്റ് പീസ് കനം കുറഞ്ഞ തുണിയിൽ ചെയ്യരുത്. ബെൽറ്റ് പീസ് നമ്മളെപ്പോഴും ഒരുപോലെ പാൻറ്റ് പീസ് കട്ടിയുള്ളത് ഒരു 2 പീസ് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ബെൽറ്റ് പീസ് ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ ഈ കപ്പ് സൈസ് കൂടുതലുള്ളവരുടെ കറക്റ്റ് ഇവിടെ തന്നെ നിൽക്കും.
ഇതിനൊരു പിടുത്തമില്ലെങ്കിൽ ഈ ഫ്രണ്ട് താഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ താഴോട്ട് താഴും. ഇങ്ങനെ താഴുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ബാക്ക് സൈഡിൽ നിന്ന് ഷോൾഡർ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്ക് വരുന്ന കംപ്ലൈൻറ്റ് എന്തെന്ന് പറഞ്ഞാൽ, ബാക്ക് സ്കൈ സൈഡിൽ ഒന്ന് ചുളിവ് വരും, രണ്ട് ഈ കൈയുടെ സെൻട്രൽ ജോയിൻ്റ് നമുക്ക് തിരിഞ്ഞു പോകുമ്പോൾ മൊത്തത്തിൽ നമുക്ക് സാരി ബ്ലൗസ് ഒരു വലിയൊരു കംപ്ലൈൻറ്റ് പോലെ കാണിക്കും. അത് നിങ്ങൾ ആദ്യമായിട്ടും ചെയ്യേണ്ട ഒരു പ്രധാന ഘടകമെന്ന് പറഞ്ഞാൽ, ബെൽറ്റ് പീസ് എപ്പോഴും കട്ടിയുള്ള തുണി ഒരു 2 പീസ് കൊടുക്കാൻ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞ് നമ്മൾ വക്രം പോലുള്ള ഇത് കട്ടിയുള്ള ഒട്ടിക്കുകയും ചെയ്യില്ല, തുണി മാത്രം. അത്യാവശ്യം ഒന്ന് മടങ്ങേണ്ടി വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മടങ്ങിയും പോകണം. എന്നാൽ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഹുക്ക് ഇട്ട് കഴിയുമ്പോൾ, ഹുക്ക് ഇവിടെ നമ്മളൊരു വേസ്റ്റ് പീസ് ഒരു 1/2 ഇഞ്ച് തള്ളി ഒരു ഹുക്ക് ആയി കെട്ടി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഒരു ചെറിയൊരു ലൂസെന്ന് കണ്ടാൽ അവരത് കയറ്റി ഇട്ടോളും. അപ്പോൾ ആ ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പക്ഷേ ഈ ഫ്രണ്ട് നെക്ക് ചുളിയിൽ നിന്നും ബാക്ക് നെക്കിൻ്റെ കയ്യിൽ ഇവിടെ ചുളിവുണ്ടെന്നും പറയുന്ന ഒരു വലിയ 2 കംപ്ലൈൻറ്റുകൾ ഒരു പക്ഷേ കട്ടിയുള്ള തുണി കൊടുത്താൽ നമുക്ക് മാറിക്കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ഓർമ്മയിലിരിക്കണം എന്ന് പറഞ്ഞ് നമ്മളിത് ഷേപ്പില്ലാതെ വെട്ടിയാലും അത് സംഭവിക്കാം. അപ്പോൾ ഷേപ്പ് കൊടുത്ത് തന്നെ നമ്മൾ വെട്ടുകയും ചെയ്യണം, കട്ടിയുള്ള തുണി കൊടുക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് ബ്രസ്റ്റ് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഇത് കറക്റ്റായിട്ട് ഈ ബ്ലൗസിൽ ഇത് പിടിച്ചു നിൽക്കും. അപ്പോൾ അവ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം, നമ്മൾ ഈ നിപ്പിൾ പോയിൻ്റ് നമ്മൾ അളവെടുക്കുമ്പോൾ ഇങ്ങനെ അളവെടുത്ത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ പിടിക്കും. ഇപ്പോൾ ഈ ഒരു കണക്കല്ലേ, ഈ ഒരു കണക്ക് ഇവിടുത്തെ വിത്തായിട്ടിടുന്ന ആൾക്കാരുമുണ്ട്. ഇവിടുന്ന് പോയിൻ്റിൽ നമുക്ക് എത്രത്തോളം ഈ ക്രോസ് വരുന്നോ ആ ക്രോസ് ഇവിടെ ഇട്ട് ഒരു കണക്കിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതും വലിയ കുഴപ്പമില്ലാത്ത കണക്കാണെന്നാണ് നമ്മളോട് പറയുന്നത്. ഇനി അളവ് ബ്ലൗസിൽ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കാണിക്കുവാണ്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ അളവെടുത്തിട്ട് ഈ ഡാട്ട് ആദ്യം മാർക്ക് ചെയ്യുക. ഡാട്ട് മാർക്ക് ചെയ്ത് ബാക്ക് പീസിൽ ഒത്തു നോക്കുക. ഡാട്ട് പിടിച്ച് ഒത്തു നോക്കിയിട്ട് ഈ ഭാഗത്തുനിന്ന് നമുക്ക് രണ്ടാമത് വേണമെങ്കിലും ബെൽറ്റ് പീസ് വെട്ടിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധയുണ്ട്. ഇവിടെ നമ്മൾ എത്ര വന്നു, 4.5. ഈ ഭാഗത്ത് എത്ര വന്നു, അത് കയറ്റി പിടിക്കും, 3.5. ഇവിടെ എത്ര ഇഞ്ച് വന്നു, ഈ ഭാഗത്ത് 4.5. അപ്പം അങ്ങനെ വേണമെങ്കിലും നമുക്ക് അളന്ന് ബെൽറ്റ് പീസ് വെട്ടാൻ പറ്റും. പിന്നെ ഈ 4 ഇഞ്ച് നമ്മൾ ഈ ഭാഗത്ത് എടുത്ത് വിടുന്നുണ്ട് ബെൽറ്റ് പീസിൻ്റെ, അത് മിനിമം തന്നെ നിങ്ങൾ എടുത്ത് വിടുക. കാരണം ഇത് നെക്കിൻ്റെ ടൈറ്റിന് വരെ ഇത് ബാധിക്കും. കാരണം ഇവിടെ നമ്മൾ 4 ഇഞ്ച് എടുത്ത് കൊടുക്കും, ഇവിടെ ഒരു ചെറിയൊരു വളവ് വരും, ഇങ്ങനെ ഒരു പിടുത്തം. ഈ പിടുത്തം വരുമ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നിൽക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലുണ്ട്. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡാട്ട് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 വിധത്തിലും നമുക്ക് നോക്കാം. നിങ്ങളുടെ കൈവശം അനുസരിച്ച് ഈ അളവ് ബ്ലൗസ് വെച്ച് വെട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ ടേപ്പ് ഇതുപോലെ നിലത്തിടുക. ക്രോസ് പീസ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഇതുണ്ട്, ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങനെ വലിക്കാതെ നമുക്ക് വെച്ച് നോക്കാം. എത്ര ഇഞ്ച് വന്നു, 9.25. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിടിക്കാം. പോയിൻ്റ് എത്രയുണ്ട്, 13. അങ്ങനെ ടേപ്പ് നമുക്ക് ടേബിളിൽ ഇട്ടിട്ട് വേണേലും നമുക്ക് അളവ് നോക്കിയെടുക്കാം. അപ്പം ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ബെൽറ്റിന് എപ്പോഴും നമ്മൾ കട്ടി കൊടുത്ത് ചെയ്യുക. അപ്പം കട്ടിയില്ലാതെയും ബെൽറ്റിന് പിടുത്തമില്ലാതെയും വരുന്ന 3 കംപ്ലൈൻറ്റുകളാണ്. ഒന്ന്, നമുക്ക് വരുന്നത് ഫ്രണ്ട് വശത്തെ നെക്കിൻ്റെ ചുളിവിനെ ബാധിക്കും. 2, നമുക്ക് വരുന്നത് ഈ ബാക്ക് ഷോൾഡർ ഫ്രണ്ടിലോട്ട് കയറി വരുമ്പോൾ കൈയുടെ ഇവിടെ ചുളിവ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ചുളിവ് വരുമ്പോൾ എന്ത് ചെയ്യും, കൈയുടെ സെൻറ്റർ വശം മാറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മിനിമം ആയിട്ട് നോക്കുക. അപ്പം അത് നോക്കിയിട്ട് ഇതുപോലുള്ള കംപ്ലൈൻറ്റുള്ള ബ്ലൗസുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. സാരി ബ്ലൗസിൻ്റെ കംപ്ലൈൻറ്റുകളൊക്കെ പിന്നെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, വെട്ടി തയ്ക്കുമ്പോൾ ഏതെങ്കിലും കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം എനിക്ക് പറയണം, കമൻ്റ് ഇടണം. കമൻറ്റ് ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അതേത് കാരണത്താൽ വരുന്നു എന്നത് തീർച്ചയായിട്ടും ഞാൻ
നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്കത് മാറ്റി വെട്ടുക. പിന്നെ ഈ അളവ് ബ്ലൗസ് വെച്ച് നമ്മൾ ഇത്രയും ക്ലിയർ ചെയ്ത് വെട്ടുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്ഥിരമായിട്ട് സാരി ബ്ലൗസ് തയ്ക്കാൻ തരുന്നവരാണ് അവരൊരു പേപ്പർ സ്കെച്ച് എടുത്ത് വെക്കുക. എടുത്ത് വെച്ച് അളവ് എഴുതി വെച്ചാൽ എപ്പോഴും നമുക്ക് വെട്ടി സമയം കളയേണ്ട കാര്യമില്ല. നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എപ്പോഴും നമ്മൾ അളവ് നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു അരമണിക്കൂറൊന്ന് മെനക്കെട്ടാൽ മതി. പിന്നെ ആ കസ്റ്റമർ വരുമ്പോൾ നമ്മൾ ആ പേപ്പർ തേച്ച് നോക്കി കട്ട് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്കും നമുക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ഷെയറും കമൻറ്റും ഒക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രോത്സാഹനം. അതുകൂടാതെ നിങ്ങൾ ഹോൾ ബട്ടൺ അമർത്തി വെക്കണം, എങ്കിലേ ഉള്ളൂ ഡെയിലി ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക്